വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ അയർലൻഡിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത്. മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ അയർലൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് അയർലൻഡ് ആയിരുന്നു. ടോസ് ലഭിച്ച ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ ഓവറിൽ അവരുടെ ആദ്യത്തെ വിക്കറ്റ് പോയി. പിന്നീട് അങ്ങോട്ട് അവരുടെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയർലൻഡിന് സാധിച്ചില്ല. ഒരു നിമിഷം 50 റൺസിൽ അവർ ഓൾ ഔട്ട് ആകുമെന്ന് തോന്നിച്ചിരുന്നു. അതുപോലെയായിരുന്നു അവരുടെ വിക്കറ്റുകൾ പോയിട്ടുണ്ടായിരുന്നത്. ഹാർദിക് പാണ്ഡ്യ മികച്ച ബൗളിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. 4 ഓവർ എറിഞ്ഞ് 3 വിക്കറ്റ് പാണ്ഡ്യ സ്വന്തമാക്കി. അതുപോലെ ബുംറ, അർഷദീപ് ഇവർക്ക് 2 വിക്കറ്റ് കിട്ടി. അങ്ങനെ അവസാനം അയർലൻഡ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. 96 റൺസിൽ അയർലൻഡ് ഓൾ ഔട്ടായി. 16 ഓവർ മാത്രമേ അവർക്ക് ബാറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇന്ത്യൻ ബൗളേഴ്സ് അയർലൻഡിനെ പഞ്ഞിക്കിട്ടു. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു ഇന്ത്യൻ ടീമിന്. കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. സഞ്ജുവിനെ ഇന്ന് കളിക്കാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കോഹ്ലി രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർന്നിരിക്കുകയാണ്. കോഹ്ലിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വെറും 1 റൺസ് എടുത്ത് കോഹ്ലി ഔട്ടായി മടങ്ങി. എന്നാൽ രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചു. കോഹ്ലി പോയ ശേഷം 1 ഡൗണിൽ വന്നത് ഋഷഭ് പന്തായിരുന്നു. എന്തായാലും അയർലൻഡിനെതിരെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിലെ ആദ്യ കളിയിൽ തന്നെ റെക്കോർഡ് വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ അയർലൻഡ് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് തലവേദനയായിരിക്കുന്നത് ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. കോഹ്ലിയെ ഓപ്പണറാക്കിയത് ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത മാച്ചിൽ സഞ്ജു അല്ലെങ്കിൽ ജയ്സ്വാൾ ഇവരെ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.